ഞാൻ ദീപ്തി. അപ്പം എല്ലാവർക്കും അല്ലെങ്കിലും അറിയില്ല എങ്കിലും ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാം. എനിക്കൊരു ചാനലുണ്ട്, ദീപ്തീസ് വ്ളോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് കുറച്ച് നാൾക്ക് മുമ്പ് യൂട്യൂബിലുണ്ടായൊരു ഒരു അറിവില്ലായ്മ, എൻ്റെ ഒരു അറിവില്ലായ്മ പറ്റി പറയാനാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പം അങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊന്ന് മാറ്റി എടുക്കണം. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഞാൻ ഒരു ചാനൽ തുടങ്ങിയത്. ആദ്യമായിട്ടൊരു വോയിസ് ഒക്കെ ഇട്ടൊരു ലോങ് വീഡിയോ ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്നിട്ട് എനിക്കൊരു ചാനലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡ്രസ്സിനെ പറ്റിയിട്ടൊക്കെയാണ് അതിൽ ചെയ്തിരുന്നത്. ഡ്രസ് വേൾഡ് എന്നായിരുന്നു ചാനലിൻ്റെ പേര്. അങ്ങനെ ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് ചാനലിൽ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ആഗ്രഹമാണ് ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ ആഗ്രഹം നമുക്ക് ട്രൈ ചെയ്ത് നോക്കണമല്ലോ, നടക്കില്ലയോ എന്ന്. അങ്ങനെ ഞാനൊരു ചാനൽ തുടങ്ങി. അപ്പം ഞാൻ അതിനെപ്പറ്റി എനിക്ക് എന്താണ് ചാനലിൽ എങ്ങനെ വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം ഇതൊന്നും അറിയില്ല. അപ്പം ഞാൻ മോനെയാണ് ഇതെല്ലാം ഏൽപ്പിച്ചത്. നമ്മൾ മോനെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഞാനിങ്ങനെ ഇറങ്ങാൻ കുഞ്ഞുന്നാണ് അവൻ എന്നെ വിളിക്കുന്നത്. അപ്പം എൻ്റെ മൂത്ത മോൻ. അപ്പോൾ ഞാൻ പറഞ്ഞ കുഞ്ഞിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്കിങ്ങനെ ഒരു ചാനൽ തുടങ്ങണം. അപ്പോൾ എനിക്ക് അതൊന്നും അറിയില്ല, അപ്പോൾ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അവൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളുടെ ഷോപ്പിൽ തന്നെ ഡ്രസ്സ് ടോപ്സൊക്കെയാണ് ആദ്യം ഞാൻ ചെയ്തിരുന്നത്. ആ വീഡിയോസിലൊക്കെ കൊണ്ടുവന്നു. അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീഡിയോ ഒക്കെയാണ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഞാനതിൽ വലിയൊരു മണ്ടത്തരം കാണിച്ചു. അപ്പം എന്നോട് എല്ലാവരും ചോദിക്കും, കുറച്ച് നാളായി എൻ്റെ ചാനൽ പോയി. അപ്പം ഞാനൊരു ദിവസം നോക്കിയിട്ട് ചാനലില്ല. അപ്പം ഞാൻ എന്തോ ചെയ്തു, മോനാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു ആ ചാനൽ പോയി, ആ ചാനൽ ഇപ്പോൾ കാണുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവന് മെനക്കെട്ട് നീ എന്താ ചെയ്യുന്നത്, ഫോണിൽ നീ എന്തോ ചെയ്ത് നശിപ്പിച്ച് ദുഷ്ടൻ, ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോസൊക്കെ എടുത്തത്, നീ നശിപ്പിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ ഞാനായിട്ട് അടിയായി. പിന്നെ ഞാൻ ഓർത്ത് ഓഹോ എല്ലാം ചെയ്തു തന്ന അവനല്ലേ, അപ്പോൾ അവനെന്തെങ്കിലും ചെയ്ത് പോയെങ്കിൽ ഞാൻ സഹിച്ചല്ലേ പറ്റും. കാരണം എനിക്കൊന്നും അതിനെപ്പറ്റി അറിയില്ലല്ലോ. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും അവനോട് ചോദിച്ചില്ല. ഞങ്ങളങ്ങ് വിട്ടു. അപ്പം എങ്കിലും ഇങ്ങനെ ഓരോ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുമ്പോൾ കൂടുതൽ എല്ലാ റിലേറ്റീവ്സിനും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവിടെ ചിലപ്പോൾ ചേച്ചിമാർ എനിക്ക് വേണ്ടി എന്താണ് ഈ യൂട്യൂബറെ ഇപ്പോൾ തന്നെ വീഡിയോസൊന്നും ഇല്ലല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശരിക്കും എനിക്ക് വിഷമമായിരുന്നു. ഞാൻ പറയും ചേച്ചിയുടെ എങ്ങനെ ഫ്രീസായി പോയി എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അപ്പം എങ്ങനെയും ഫ്രീസായിപ്പോയി, അതാണ് എൻ്റെ കയ്യിൽ വന്ന ഏറ്റവും വലിയ തെറ്റ്, മണ്ടത്തരം എന്നൊക്കെ പറയാം. അപ്പോൾ എങ്ങനെയോ അല്ല കേട്ടോ, ഞാൻ ചെയ്ത ചെറിയ തെറ്റുകൾ കൊണ്ടിട്ട് തന്നെയാണ് ആ ചാനൽ പോയത്. കാരണം നമ്മളൊരു യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ്, ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അതിനെ പറ്റി, ആ ചാനലിനെ പറ്റി ശരിക്കും പഠിക്കണം. കാരണം ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം ഇപ്പം നമ്മൾ ചില വീഡിയോസ്, നമ്മൾ ഓരോ ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൽ ചിലരൊക്കെ കമൻറ്റ് ചെയ്തേക്കുന്നത് കാണാം, എന്താണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ കാണാം. അവരെ ശരിക്കും അവരെന്താ തെറ്റ് ചെയ്ത പോലെയൊക്കെ ഇട്ടേക്കാൻ കാണാം. പക്ഷേ ഞാനിപ്പം മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രശ്നമുള്ള കാര്യമാണ്. ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഒന്നും അറിയാതെ ഒരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചാൽ അത് കറക്റ്റ് അത് ഫ്ലോപ്പായി പോകും കേട്ടോ, എൻ്റെ അനുഭവം ആണ്. അപ്പോൾ ഞാൻ ആ ചാനലിൽ ചെയ്തതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ ടൈം തന്നെ ശരിയല്ല. കാരണം ഞാൻ ഷോപ്പിൽ നിന്ന് വന്നു, മക്കളുടെ അടുത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ശരിക്കും വീഡിയോസ് എടുക്കാനിരിക്കുന്നത്. എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് അപ്ലോഡ് ചെയ്യാനൊക്കെ എനിക്കറിയില്ല. കാരണം എൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുക എന്നുള്ള റോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യും. ശരിക്കും മോനാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവനൊക്കെ നിന്ന് ഒക്കെ വീഡിയോ ചെയ്ത് ചാനലിലൊക്കെ അപ്ലോഡ് ചെയ്തൊക്കെ അതൊക്കെ അവനാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്നിട്ട് രാത്രി ചിലപ്പോൾ 10-12 മണിയൊക്കെ ആവുമല്ലോ ചെയ്ത് എല്ലാം കഴിയുമ്പോൾ. അപ്പം ചാനൽ ഷോർട്സൊക്കെ ചെയ്യുന്നവർക്കറിയാം, നിസ്സാരം ഒരു കുറച്ച് സെക്കൻഡുകളിലുള്ള ഷോർട്സൊക്കെ ആയിരിക്കും, പക്ഷേ അത് നമ്മൾ ഒരുപാട് എഫർട്ട് എടുത്താണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചിലപ്പോൾ 12:30 ആവും ചെയ്ത് കഴിയാൻ. അത് പോകാൻ തന്നെ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെ രാവിലെ മുതൽ ഞാൻ പരിപാടി തുടങ്ങുന്നത്. കാരണം രാവിലെ മുതൽ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ മണിക്കൂറിലൊരു 3-4 പ്രാവശ്യം ഞാൻ തന്നെ കയറി നോക്കും. പക്ഷേ അപ്പോൾ എനിക്കറിയില്ല, ഇപ്പം നിങ്ങൾ ആദ്യമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത്. കാരണം നമ്മുടെ ചാനൽ എപ്പോഴും എടുത്ത് കാണാൻ പാടില്ല. അപ്പോൾ അത് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ ഞാൻ ഓരോ വീഡിയോസൊക്കെ കണ്ടാണ് യൂട്യൂബിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നിയമങ്ങളുണ്ട് യൂട്യൂബിന്. അപ്പം യൂട്യൂബിൻ്റെ ആ നിയമങ്ങളിൽ വലിയൊരു തെറ്റാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എപ്പോഴും നമ്മുടെ ചാനൽ നമ്മൾ തന്നെ എടുത്ത് വീണ്ടും 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 കാണുക എന്ന് പറയുന്നത് യൂട്യൂബിനെ സംബന്ധിച്ച് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ. അപ്പം ഞാൻ ആദ്യം ചെയ്ത മണ്ടത്തരം അതാണ്. കാരണം നമ്മൾ ഞാൻ പറയും ഇപ്പോൾ നമ്മൾ അത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോൾ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടുവാണ്. ആ സ്റ്റാറ്റസ് ഏറ്റവും കൂടുതൽ കാണുന്നവരാണ്, ഏറ്റവും കൂടുതൽ നമ്മളെ കാണുന്നവരാണ് നമ്മൾ തന്നെയാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ തുടങ്ങിയാലും അപ്പം എന്നെപ്പോലെ ബിഗിനേഴ്സിന് അവർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. നമ്മളുടെ ചാനൽ നമ്മളെപ്പോഴും എടുത്ത് നോക്കാൻ പാടില്ല. നമുക്ക് മറ്റുള്ള ഒരാളുടെ മെയിൽ ഐ ഡി വേറെ ഉള്ള ഒരാളുടെ ഫോണിൽ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മറ്റാരുടെ ഫോണിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡിയിൽ നിന്നും നമുക്കത് കാണാനായിട്ട് പാടില്ല. അപ്പോൾ അത് ഒരു ഫസ്റ്റ് കാര്യം അതാട്ടോ ഞാൻ ചെയ്ത തെറ്റിൽ ഫസ്റ്റ് കാര്യം അതാണ്. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അത് വാട്സപ്പിലും സ്റ്റാറ്റസ് ആക്കും. കാരണം നമ്മുടെ ചാനൽസ് ഇരിക്കുന്നത് വാട്സപ്പിലാണല്ലോ. അപ്പം അവർ നമ്മളെ ഇപ്പം ഞാനിടുന്ന ചാനൽ അവരപ്പം തന്നെ കാണും. അപ്പം എനിക്ക് വ്യൂവേഴ്സ് കൂടും. വ്യൂവേഴ്സ് കൂടിയാൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സും കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം തന്നെ ഞാൻ അതിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടും. പക്ഷേ ശരിക്കും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം യൂട്യൂബിന് ഒരു ടൈമുണ്ട്. അതായത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് 16 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ വാട്സപ്പിലേക്ക് അത് സ്റ്റാറ്റസായിട്ടോ മറ്റെന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. കാരണം യൂട്യൂബ് വഴിയാണല്ലോ നമുക്ക് വീഡിയോസുകൾ പോകേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അത് യൂട്യൂബിൻ്റെ നിയമത്തിൽ അത് തെറ്റാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം കൂടെ ഞാനത് ചെയ്തു. അപ്പോൾ നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല കേട്ടോ. അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ തെറ്റുകളാണ്. നമ്മുടെ ചാനൽ ഇല്ലാതായി പോകാനുള്ള കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ അടുത്തൊരു മണ്ടത്തരം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ അതിൽ തന്നെ ഞാൻ പറയും, തുടങ്ങുമ്പോഴും അതെ അതൊക്കെ അവസാനിക്കുമ്പോഴും അതെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അങ്ങനെ പറഞ്ഞാലാണ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് എൻ്റെ ഒരു ചിന്ത. നമുക്കറിയില്ലല്ലോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം യൂട്യൂബിൻ്റെ നിയമത്തിൽ നമ്മൾ അത് തെറ്റാണ്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ ചാനലിലെ വീഡിയോസുകൾ ഒരുപാട് ഇടുന്നതിനനുസരിച്ച് നമുക്ക് വ്യൂസ് കൂടും, കൂടാതെ സബ്സ്ക്രൈബേഴ്സും കൂടിക്കോളും. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ എല്ലാ വീഡിയോയിലും ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ചാനൽ ഫ്രീസ് ആയിപ്പോയിരുന്നു. കാരണം അല്ലാതെ മോനെന്തോ ചെയ്ത് ഫ്രീസ് ആയിപ്പോയി എന്നുള്ളത് എൻ്റെ ഒരു മണ്ടത്തരമായ ചിന്തയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്നെപ്പോലെയുള്ള ബിഗിനേഴ്സ് കൂടുതൽ വീഡിയോസുകൾ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്താനും നോക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.